അഡോബ് ആനിമേഷനിൽ ഒരു ചിത്രം എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. നിങ്ങൾ അഡോബ് തുറക്കുമ്പോൾ ഇതുപോലുള്ളൊരു ഇന്റർഫേസാണ് ദൃശ്യമാകുക. മുകളിൽ കാണുന്ന ഫയലിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പലവിധമായ ഫോർമാറ്റിലുള്ള ഫ്രെയിമാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ അളവിലുള്ള ഫ്രെയിം ഇവിടുന്ന് തിരഞ്ഞെടുക്കാം. സോഷ്യൽ, ഗെയിം, എഡ്യൂക്കേഷൻ, ആഡ്സ്, വെബ്, അഡ്വാൻസ് എന്നിങ്ങനെ വിവിധ സൈസിലുള്ള ഫ്രെയിമുകൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ HT എന്ന ഫ്രെയിം ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് നോക്കാം. ഈ കാണുന്ന വൈറ്റ് കളറിലുള്ള ഫ്രെയിമിലാണ് വർക്ക് ചെയ്യേണ്ടത്. എവിടെ കാണുന്ന ടൂളുകളും ഓപ്ഷനുകളും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതം പൊസിഷൻ മാറ്റാൻ കഴിയാവുന്നതാണ്. ഇവിടെ കാണുന്നത് ടൂൾസുകളും താഴെ കാണുന്ന ലെയറുകളും ഫ്രെയിമിന്റെ എണ്ണവുമാണ്. ഇവിടെ ഓരോന്നിന്റെയും ഓപ്ഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. അഡോബ് ആനിമേറ്റ് ആനിമേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം. ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അഡോബ് ആനിമേറ്റ് ഒരു 2D വെക്റ്റർ ആനിമേഷൻ സോഫ്റ്റ്വെയറാണ്. ആനിമേഷൻ ഉണ്ടാക്കുന്നതിനുള്ള അടിസ്ഥാന തത്വങ്ങൾ ഉപയോഗിച്ച് ഇത് പ്രവർത്തിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, ഒരു കഥാപാത്രത്തെയോ വസ്തുവിനെയോ ചലിപ്പിക്കാൻ ഒന്നിനു പുറകെ ഒന്നായി അല്പം വ്യത്യസ്തമായ ചിത്രങ്ങൾ വളരെ വേഗത്തിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ചിത്രത്തിനും ഓരോ ഫ്രെയിം എന്നു പറയുന്നു. ഒരു സെക്കൻഡിൽ 24 ഫ്രെയിമുകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. അഡോബ് ആനിമേറ്റ് പ്രധാനമായും 2 രീതികളിലാണ് ആനിമേഷൻ ഉണ്ടാക്കുന്നത്. ഒന്ന്, ഫ്രെയിം ബൈ ഫ്രെയിം ആനിമേഷൻ. ഇത് പരമ്പരാഗതമായ ആനിമേഷൻ രീതിയാണ്. ഓരോ ഫ്രെയിമിനും വേണ്ടി നമ്മൾ പുതിയ ചിത്രം വരയ്ക്കുന്നു. ഉദാഹരണത്തിന്, ഒരു കഥാപാത്രം നടക്കുന്നത് കാണിക്കാൻ ഓരോ സ്റ്റെപ്പിനും വേണ്ടുള്ള വ്യത്യസ്ത പോസുകൾ നമ്മൾ ഓരോ ഫ്രെയിമിലും വരയ്ക്കണം. ഇത് കൂടുതൽ അധ്വാനം ആവശ്യമുള്ളതും വളരെ കൃത്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നതുമാണ്. ട്വീനിംഗ്. ഇതാണ് അഡോബ് ആനിമേറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ നമ്മൾ ഒരു വസ്തുവിന്റെ ആദ്യത്തെയും അവസാനത്തെയും സ്ഥാനം, ആകൃതി, നിറം തുടങ്ങിയവ മാത്രം നിർവചിച്ചാൽ മതി. ഇടയിലുള്ള ഫ്രെയിമുകൾ സോഫ്റ്റ്വെയർ തന്നെ യാന്ത്രികമായി ഉണ്ടാക്കുന്നു. ഇത് സമയം ലാഭിക്കാൻ സഹായിക്കുകയും സുഗമമായ ചലനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ട്വീനിങ്ങിൽ പ്രധാനമായി 3 തരങ്ങളുണ്ട്. ഒന്ന്, മോഷൻ ട്വീൻ. ഒരു വസ്തുവിനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ, വലുപ്പം മാറ്റാൻ, തിരിക്കാൻ, നിറം മാറ്റാൻ എന്നിവയ്ക്കിത് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഒരു പന്ത് സ്ക്രീനിൽ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് പറക്കുന്നത് കാണിക്കാൻ ഇതുപയോഗിക്കാം. ഷേപ്പ് ട്വീൻ. ഒരു ആകൃതിയെ മറ്റൊരാകൃതിയായി മാറ്റാൻ ഇത് സഹായിക്കും. ഉദാഹരണത്തിന്, ഒരു വൃത്തം ഒരു ചതുരമായി മാറുന്നത് കാണിക്കാൻ ഇത് സഹായിക്കും. ക്ലാസിക് ട്വീൻ. ഇത് പഴയ ഫ്ലാഷ് ആനിമേഷനിലുണ്ടായിരുന്ന ഒരു രീതിയാണ്. മോഷൻ ട്വീനിന് സമാനമാണെങ്കിലും ചില പ്രത്യേക എഫക്റ്റുകൾക്കായി ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ രീതികൾ കൂടാതെ അസ്ഥികൾ ചേർത്ത് കഥാപാത്രങ്ങളെ കൂടുതൽ സ്വാഭാവികമായി ചലിപ്പിക്കാൻ അഡോബ് ആനിമേറ്റിൽ സാധിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിത്രങ്ങൾ വരച്ചു തുടങ്ങാം.